ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം നൽകിയിരിക്കെ നമുക്ക് ആണ്ടവർക്ക് നമുക്ക് സ്തുതിക്കാം. അവനെ മഴുവും അവൻ നൽകിയിരിക്കുന്ന ആ ദിവസത്തിന് വേണ്ടി നമുക്ക് നമുക്ക് സ്തുതിക്കാം. ഇന്ന് നമ്മൾ എപ്പിസോഡ് 148 താൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ബൈബിൾ സ്റ്റഡി താൻ. ഇത് ഫിലിപ്പിയ ലേഖനം 4:18 മുതൽ കീഴെയുള്ള വാക്യങ്ങൾ താൻ വാസിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഫിലിപ്പിയ ലേഖനം 4:15 തൊട്ട് 17 വരെയുള്ള വാക്യം നമ്മൾ പഠിച്ചാച്ച് നമുക്കൊന്നും കൂടെ അതിലൊന്ന് ബാക്കിലോട്ട് പോയിട്ട് നമുക്ക് 18-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആണ്ടവരുടെ ചിത്തം നമ്മളോട് എന്നാ ചൊല്ലുന്നത്, അല്ലെങ്കിൽ ആണ്ടവർ നമ്മളോട് എന്നാണ് പേശുന്നത് നമുക്ക് കേട്ടിടാം. നമുക്ക് കേൾക്കുമ്പോൾ താൻ നമുക്ക് തിരിയും ആണ്ടവരുടെ ചിത്തം എന്നതാണ്. അതനുസരിച്ച് നമുക്ക് ആണ്ടവരെ മഴുവും. നമ്മൾ 13 തൊട്ട് നമുക്ക് വാസിച്ചിടാം. இங்கே அப்போஸ்தலனாகிய பவுலோஸ் கேட்குது, ஐ கேன் டூ ஆல் திங்ஸ் த்ரூ கிரைஸ்ட் விச் ஸ்ட்ரெങ്തൻസ് மீ. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ എന്നാ പണ്ണാൻ പറ്റും? ഞാൻ ശക്തിപ്പെട്ടിരിക്കുന്നു. അതുമൂലം ഞാൻ എല്ലാ കാര്യങ്ങളും ഒരു കാര്യം പോലും വിടാതെ എല്ലാ കാര്യങ്ങളും ഐ ക്യാൻ ഡു ഓൾ തിങ്, അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ അതുമൂലം ചെയ്യാൻ പറ്റും എന്ന് ചൊല്ലിയിരിക്കുക. അന്നേരം നമ്മൾ വിശ്വാസിയാണെങ്കിൽ, നമ്മൾ ആണ്ടവരുടെ പിള്ളേകളായിരുന്നാൽ, നമ്മൾ ആണ്ടവരുടെ ചിത്തം ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആണ്ടവർ നമ്മളെ എന്നെപ്പെടുത്തും, എന്നാ ചെയ്യും? അവൻ നമ്മളെ ശക്തീകരിക്കും. അതായത് നമുക്ക് വേണ്ട എല്ലാവിധമായ ശക്തിയും നൽകി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിക്കും. അതുകൊണ്ട് ഐ ക്യാൻ ഡു ഓൾ തിങ്, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. 14-ാം വാക്യത്തിൽ, നൗ വിസ്റ്റാൻഡിങ് ye have well done that ye did communicate with my affliction. 14-ാം വാക്യത്തിൽ എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അവൻ ചൊല്ലുക, എൻ്റെ കഷ്ടതയിൽ, അല്ലെങ്കിൽ ഞാൻ ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചു. അത് കൂട്ടായ്മ നിങ്ങൾ ധനപരമായിട്ടും കാണിച്ചു. അതേപോലെ നമ്മൾ ജപത്താലും, അതായത് നിങ്ങൾ എന്നോട് ഒപ്പം നിന്നു. അതുതന്നെ നിങ്ങൾ എന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് ചൊല്ലുന്നത്, ഞാൻ കടത്തിൽ കൂട്ടായ്മ കാണിച്ചത് നന്നായി. അങ്ങനെ അപ്പടി നിങ്ങൾ ചെയ്തത് എനിക്ക് രമ്പ പിടിച്ചിരിക്കെ എന്ന് ചൊല്ലിയിരിക്കും. അടുത്ത നമ്മൾ വായിക്കുന്നത്, ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എന്നെ കേൾക്കുന്നത്, ഫിലിപ്പിയർക്ക് താൻ ഇത് എഴുതുക. ഫിലിപ്പിയരെ എന്ന്, അതായത് വിശ്വാസികളെ, ഫിലിപ്പിയായിലുള്ള വിശ്വാസികളെ. ഇന്ന് അതല്ല, ഈ വചനം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ചിത്തമായിരിക്കുന്നു. അതുമാത്രമല്ല, നമുക്ക് ആവശ്യമായിരിക്കുന്നത് കൊണ്ട് അതായത് സുവിശേഷത്തിൽ ആരംഭത്തിൽ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നാ പറ്റിയാച്ചേ ഇന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഇങ്ങനെ ചൊല്ലുന്നത്, ബാക്കി എല്ലാവരുമേ അവർ ജപിച്ചായിരിക്കും. എന്നാൽ നിങ്ങൾ വരവ് ചെലവ് കാര്യത്തിൽ, അതായത് നിങ്ങൾക്ക് ധനപരമായ കാര്യത്തിൽ എനിക്ക് വേറെ ആരുമേ എന്നെ സഹായിച്ചില്ല, അല്ലെങ്കിൽ എന്നെ കൂട്ടായ്മ കാണിച്ചില്ല എന്ന് ഇങ്ങനെ ചൊല്ലുക. കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു, അത് നിങ്ങൾക്കും തിരിയും എന്ന് ചൊല്ലുക. അന്നേരം കൂട്ടായ്മ കാണിച്ചത് ആരുതാൻ? ഫിലിപ്പിയർ താൻ. അത് അവർ താൻ ആദ്യമായി കൂട്ടായ്മ കാണിച്ച വ്യക്തികൾ. അന്നേരം അപ്പോസ്തലനായ പൗലോസ് ആരുടെടുത്തും ഒരു പൈസയും കേൾക്കാതെ അവൻ എന്നാ പണിയാച്ചേ ആണ്ടവർക്ക് ചിത്തമായി ചെയ്തു. അവർ വേല പണി. അവൻ ഒരു പൈസ പോലും ആരോടൊന്നും കേട്ടില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആ സഭയിൽ നിന്ന് പോയി മാസിഡോണിയയിൽ പോയപ്പോൾ ഈ സഭ എന്നാ പണിയാച്ചേ അവരെ വരവ് ചെലവ്, അല്ലെങ്കിൽ അവരെ ധനപരമായിട്ട് അവരെ സഹായിച്ചു. അന്നേരം അത് പെരിയ കാര്യം. അന്നേരം ആദ്യം സഹായിച്ചത് ആരുതാൻ? ഇങ്ങനെ ചൊല്ലുന്നത് നിങ്ങൾ താൻ. അതിനു മുന്നേ എനിക്ക് ആരുമേ ഒന്നുമേ സഹായിച്ചിട്ടില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് നല്ലപോലെ ഇങ്ങനെ ചൊല്ലിക്കും. അന്നേരം നമ്മൾ വലവ് ചില കാര്യങ്ങൾ നമ്മുടെ സഹോദരന്മാരെ സഹായിക്കേണ്ട ആവശ്യം കിടക്കുന്നത്. കാരണം അവർ നമ്മുടെ പിതാക്കന്മാർ, അവർ താൻ നമ്മളെ ജനിപ്പിച്ചത്, അവർ താൻ നമുക്ക് വചനങ്ങൾ തന്നത്, നമ്മളെ വചനങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുക. അത് മാത്രമല്ല, അവർ നമ്മുടെ ഇടയന്മാർ, അവർക്ക് വരവ് ചെലവിന് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം ഇരിക്കുന്നത് എന്ന് ഇങ്ങനെ കേൾക്കുന്നത്.
പിന്നെ 16-ാം വാക്യം, എങ്കിൽ തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർക്കാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചത്. അത് മാത്രമല്ല, മാസിഡോണിയ തെസ്സലോനിക്കയിൽ വന്നപ്പോൾ പിന്നെ അവർ കൂട്ടായ്മ കാണിച്ച്. അതായത് അവർ കൂട്ടായ്മ കാണിക്കുന്ന ഒരു പ്രാവശ്യമല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് അപ്പടിയേ ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് ഇങ്ങനെ சொல்லுது. അവൻ തെസ്സലോനിക്കയിൽ വന്നപ്പോൾ 1-2 പ്രാവശ്യം എന്നാ சொல்லுது, ബുദ്ധിമുട്ട് തീർക്കാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നല്ലോ. നിങ്ങൾ എനിക്ക് 1-2 പ്രാവശ്യം നിങ്ങൾ എനിക്ക് ധനം അയച്ചു തന്നു, അല്ലെങ്കിൽ പൈസ അയച്ചു തന്നു. കാരണം എൻ്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി. ഞാൻ ആരെ വിശ്വസിക്കുന്നത്, ഞാൻ ആരെ നമ്പിയിരിക്കുന്നത്? ഞാൻ ആണ്ടവരെ തന്നെ നമ്പിയിരിക്കുന്നത്. ആണ്ടവർ എൻ്റെ ബുദ്ധിമുട്ടുകളെ തീർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ നമ്മൾ വായിച്ച 13-ാം വാക്യത്തിൽ, കാരണം അവൻ എന്നെ ശക്തനാക്കുമ്പം എനിക്ക് ഒന്നിനും മുട്ടില്ല. എന്നാൽ നിങ്ങൾ എന്നെ തിരിഞ്ഞ് നിങ്ങൾ എൻ്റെ ബുദ്ധിമുട്ടിനെ നിങ്ങൾ എനിക്ക് സഹായം ചെയ്തു എന്ന് താൻ ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് കേൾക്കുന്നത്. 17, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ആഗ്രഹിക്കും. അതുകൊണ്ട് ഞാനിത് എഴുതിയോണ്ട് നിങ്ങളുടെ പക്കത്തിൽ നിന്ന് എനിക്ക് ദാനം കിടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കത്തിൽ നിന്ന് പൈസ കിടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പക്കത്തിൽ നിന്നും ഒരു സഹായം എനിക്ക് കിടക്കണം. അതുകൊണ്ടല്ല നിങ്ങൾക്ക് എഴുതുന്നത്. ഞാൻ എന്തുകൊണ്ട് എഴുതുന്നത്? നിങ്ങൾ അപ്പടി നിങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ സഹായിക്കുമ്പോൾ എന്നാ പറ്റും? നിങ്ങൾക്ക് ഏറിയ ഫലം கிடைക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വാസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മുമ്പ് ചൊല്ലുകയും, ഒരു ധനവാനായ മനുഷ്യൻ അവൻ്റെ പക്കത്ത് വന്നു. അന്നേരം അവൻ ചൊല്ലി, ഞാൻ സ്വർഗ്ഗരാജ്യം പ്രാപിക്കേണ്ടത് എന്നെ പണണം എന്ന് ചൊല്ലിയപ്പോൾ എന്നെ ആണ്ടവർ ചൊല്ലിയത്. നമ്മളതെല്ലാം നമുക്ക് തിരിയും. എന്നാൽ ലാസ്റ്റ് ചൊല്ലുക, നിന്റെ പക്കലുള്ള എല്ലാ ധനവും എല്ലാ സ്വത്തും അല്ലെങ്കിൽ നിന്റെ പ്രോപ്പർട്ടി എല്ലാം വിറ്റിട്ട് എന്നാ ചെയ്യണം? നീ ദരിദ്രർക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും. അത് ആണ്ടവർ കൽപ്പിച്ച കൽപ്പന തന്നെ. എന്നാൽ അവനെന്തോ പറ്റി? അവന് ചെയ്യാൻ മുടിയാതെ അവൻ ദുഃഖത്തോടെ പോയി അച്ഛൻ. അന്നേരം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ മറ്റ് ദൈവമക്കൾക്കും കൂട്ടായ്മ കാണിക്കേണ്ട ആവശ്യമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആണ്ടവരുടെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി കൂട്ടായ്മ കാണിക്കേണ്ട ആവശ്യം ഇരിക്കുക എന്ന് ഇങ്ങനെ ചൊല്ലുതും. അതുകൊണ്ട് അത് ഇങ്ങനെ പൗലോസ് ചൊല്ലുതും, നിങ്ങൾ എനിക്ക് തരുന്ന കൂട്ടായ്മ അതുകൊണ്ട് അല്ല ഞാൻ നിങ്ങളോട് ഇപ്പോൾ എഴുതിയത്. നിങ്ങൾക്ക് അപ്പടി ചെയ്യുന്നതുകൊണ്ട് ആണ്ടുകളിൽ നിന്ന് ഞങ്ങൾക്ക് ரொம்ப എന്നാ கிடைக்கும்? നിങ്ങൾക്ക് അനുഗ്രഹം கிடைക്കും. അത് തന്നെ എടുക്കില്ല, അതിനെ നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നത്, അത് അത്ര ഏറുന്ന ഫലം, അതായത് നിറയെ ഫലം ഞങ്ങൾക്ക് അതുമൂലം ഞങ്ങൾക്ക് கிடைക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് ചൊല്ലിയടിക്കും. ഇനി നമ്മുടെ ഇന്നത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 18-ാം വാക്യം, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്. നിങ്ങൾ എന്നെപ്പറ്റി കവലപ്പെടാതെ എനിക്ക് എന്നെ தேவைப்படும் അതെല്ലാമേ എൻ പക്കത്തിൽ ഇരിക്കേ. പൗലോസ് ചൊല്ലുത്, നിങ്ങൾ എന്നെ സഹായിച്ചത് എനിക്ക് ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ എന്നെ സഹായിച്ച് എനിക്ക് എല്ലാമേ ഇരിക്കുക, എന്നിട്ടും നിങ്ങൾ എന്നെ സഹായിച്ചപ്പോൾ ആണ്ടോട് ഞങ്ങൾക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൗലോസ് ചൊല്ലുക, അതുകൊണ്ട് നിങ്ങൾ ഇനി എനിക്ക് സഹായം ചെയ്യണമെന്നല്ല, വാസിച്ചിടാം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു, അതെനിക്ക് വളരെ ധാരാളമായിരിക്കുന്നു. കാരണം നമുക്കത് തിരിയും. അപ്പോസ്തലനായ പൗലോസ് എപ്പടിയാ അവൻ്റെ ജീവിതം കഴിച്ചതും? അവൻ കൂടാരപ്പണി താൻ വേല പണിക്കൊണ്ട് അവൻ കൂടാരപ്പണി വേല ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് താൻ, അതായത് അവൻ തൻ്റെ കൈ കൊണ്ട് വേല ചെയ്ത് അതുകൊണ്ട് ഫലം കിടച്ച് ആ പൈസ കൊണ്ട് അവൻ വേല ചെയ്തു. അന്നേരം അതുകൊണ്ട് യാതൊരു വിധമായ ബുദ്ധിമുട്ടില്ല. എനിക്ക് എല്ലാമേ സമൃദ്ധിയായി ആണ്ടത്. അതുകൊണ്ടായിരുന്നു 13-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നത്, ഓൾ തിങ് ഐ ക്യാൻ ഡു, എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ മുടിയും. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? ആണ്ടോർ താൻ എന്നെ സഹായിക്കുന്നത്. ഞാൻ കൂടാരം ഉണ്ടാക്കി ചെയ്ത്, എന്നാൽ ആണ്ടോർ താൻ എൻ്റെ കൂടെ നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത്, അതുകൊണ്ട് എനിക്ക് ഒന്നിനും കവലയില്ല എന്ന് ഇങ്ങനെ കമ്മി ഇല്ല എന്ന് 12-ാം വാക്യത്തിൽ നിങ്ങൾ സമൃദ്ധിയായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് ഇപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് അയച്ചത് അത് ആണ്ടവരുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി തീരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെ പറ്റും? അത് സൗരഭ്യവാസനയായിട്ട് അത് തീർന്നിടും.
നിങ്ങൾ ഇങ്ങനെ சொல்லுது നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി, അതായത് നിങ്ങൾ ചെയ്ത് അത് ദൈവത്തിന് ഒരു യാഗം. അതായത് നമ്മൾ പഴയ നിയമത്തിൽ വാസിക്കുന്ന അങ്ങേ നമ്മൾ ബലികൾ നമ്മൾ വാസിക്കുന്ന ലീവ പുസ്തകത്തിൽ അങ്ങേ മൃഗത്തെ കൊടുക്കണം, അതായത് കാളക്കിടാവിനെ കൊടുക്കണം അല്ലെങ്കിൽ പശുക്കിടാവിനെ കൊടുക്കണം എന്ന് ചൊല്ലിയേച്ച് അത് കഴിഞ്ഞിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ എന്നാ ചെയ്യണം? ആടിനെ കൊടുക്കണം. അത് ആടിനും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം? ഒരു കുറുപ്രാവിനെ കൊടുക്കണം. നിനക്ക് എന്നതാ ഇരിക്കുന്നത്, നീ എനിക്ക് നല്ലപോലെ പൊടിയും. നിങ്ങൾക്ക് അതിനുള്ള കഴിവില്ലെങ്കിലും നിങ്ങൾ എനിക്ക് തന്നാച്ച് അത് ആണ്ടവരുടെ സന്നിധിയിൽ എപ്പടി ചെല്ലുത്? സൗരഭ്യവാസനയായിട്ട്. അതായത് പഴയ നിയമത്തിൽ തന്നെ നമ്മൾ എന്നെ വാസിക്കുന്ന അങ്ങനെ ബലി പണ്ണുമ്പോൾ ആണ്ടവർ അതിൻ്റെ സ്മോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ പുക പോകുമ്പം ആണ്ടവർ സൗരഭ്യവാസനയായി മണക്കുന്നത്. അതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ അത് യാഗം താൻ, അത് നമ്മൾ യാഗമായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആണ്ടവർക്ക് വേണ്ടി ചിത്തമായി ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ നോക്കിയല്ല ചെയ്ത്, അല്ലെങ്കിൽ ആ ദാസന്മാരെ നോക്കിയല്ല, ആണ്ടവരെ നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ ആണ്ടവർ അത് സൗരഭ്യവാസനയായിട്ട് മണക്ക്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഇപ്പം പഴയ നിയമത്തിലെ പോലെ നമുക്ക് യാഗം ചെയ്യേ വേണ്ട. എന്നാൽ ഇത് തന്നെ ഒരു യാഗം. ഈ യാഗം എന്നത് നമ്മൾ ധനപരമായി നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അപ്പോസ്തലൻ എപ്പോഴും അത് ആണ്ടവർ സൗരഭ്യവാസനയായി മണക്കുക എന്ന് ചൊല്ലും. അത് മാത്രമല്ല, നിങ്ങൾ അയച്ചത് സ്വർഗവാസന ദൈവത്തിന് അത് പ്രസാദമായിരിക്കുക. പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ രംഭ മനസ്സിന് വളരെ കുളിര് വന്നിരിക്കുക. പ്രസാദം, അവൻ രംഭ സന്തോഷത്തോടെ തന്നെ നിങ്ങൾ എനിക്ക് ചെയ്ത ദൈവത്തിന് സന്തോഷമായിരിക്കെ. ആർക്ക് സന്തോഷമായിരിക്കെ? ദൈവത്തിന്, അതായത് ആണ്ടവർക്ക് സന്തോഷമായിരിക്കുക. പ്രസാദവും സുഗ്രാഹ്യം, അതായത് നമ്മൾ വാസിച്ചു അത് ആണ്ടവർ അത് സുഗ്രാഹ്യമായി അത് മണക്കത് എന്ന് ചൊല്ലി നമ്മളിങ്ങനെ വാസിക്കുന്നു. എഫിദോസിൻ്റെ കയ്യാൽ ഞാൻ സ്വീകരിച്ച് തൃപ്തനായിരിക്കുന്നു. നിങ്ങൾ എഫിദോസിനെ കയ്യിൽ നിങ്ങൾ വായിക്കുന്നത് എഫാഫ്രോഡിസ് പക്കത്തിൽ നീ കൊടുത്തയച്ച കാര്യങ്ങൾ നിങ്ങൾ എപ്പടി കൊടുത്തയച്ച്? നിങ്ങൾ ഫിലിപ്പിലേക്ക്, ഞാൻ ഇങ്ങനെ തെസ്സലോനിക്കയ്ക്ക് ഞാൻ എங்கே ഇരുന്ന അങ്ങ് നീ നിങ്ങളുടെ ആൾ എഫ്രോഡിസ് അവൻ താൻ പൈസ കൊണ്ടുവന്ന് അവൻ എൻ്റെ കൂടെ തന്നത് നിങ്ങൾ അയച്ചത് അവൻ മുഖാന്തരം എനിക്ക് കിടച്ചാച്ച് കയ്യാൽ നിങ്ങൾ അത് ഞാൻ രംഭ സന്തോഷമായിട്ട് ഞാൻ സ്വീകരിച്ചത്. അത് ഞാൻ സ്വീകരിച്ചെന്ന് മാത്രമല്ല ആണ്ടവരും സ്വീകരിച്ചാച്ച്. ആണ്ടവർ സ്വീകരിച്ചത് മാത്രമല്ല അത് സുഗ്രാഹ്യമായി മണത്താച്ച്. സുഗ്രാഹ്യം മണത്തായെന്നില്ല, ആണ്ടവർക്ക് പ്രസാദമായി തീർന്നാച്ച്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം നിങ്ങൾ ആണ്ടവർക്ക് പ്രസാദമായിട്ട് താൻ ചെയ്യണം. നിങ്ങൾ അല്ലാതെ മനുഷ്യരെ നോക്കി അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ആണ്ടവർക്ക് പ്രസാദമായി ആണ്ടവർക്ക് ചിത്തമായി ചെയ്യുമ്പോൾ ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കേണ്ട സമയം എങ്കിൽ മുടിഞ്ഞാച്ച്. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേൽ ഇരിക്കട്ടെ. ആണ്ടവരുടെ ദയ നിങ്ങളുടെ ഇരിക്കട്ടെ. ആണ്ടവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സുഗ്രാഹ്യമായി മണക്കട്ടെ. ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.